ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 13-ാം അധ്യായം. ഈ 13-ാം അധ്യായം സ്നേഹത്തിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ചാണ് പൗലോസ് ഇവിടെ പറയുന്നത്. സ്നേഹം എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിലും മലയാളത്തിലും ഹിന്ദിയിലും മറ്റ് സാധാരണ ഭാഷകളിലെല്ലാം ഓരോ വാക്ക് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഇതിൻ്റെ റൂട്ട്, ഇതിൻ്റെ മൂലഭാഷ ഗ്രീക്കാണ്. ഗ്രീക്കിൽ 4 തരം സ്നേഹത്തെപ്പറ്റി പറയുന്നുണ്ട്. ആ 4 തരം സ്നേഹം, ഒന്ന് ഇറോസ്, ഫിലിയ, സ്റ്റോർജ് ആൻഡ് അഗാപ്പെ എന്ന് പറയും. ഇറോസ് എന്ന് പറഞ്ഞാൽ ERROS. അത് സ്വാർത്ഥപരമായ സ്നേഹത്തെ സൂചിപ്പിക്കുന്നു, ലൈംഗികപരമായ സ്നേഹത്തെ അത് സൂചിപ്പിക്കുന്നു. ഗ്രീക്കിലെ കാമദേവൻ്റെ പേരാണ് ഇറോസ് എന്ന് പറയുന്നത്. ആ സ്നേഹത്തിന് എപ്പോഴും സ്വാർത്ഥതയാണ്. രണ്ടാമതൊരു സ്നേഹമുണ്ട്, ഫിലിയ, PHILIA. ഫിലിയ എന്ന് പറഞ്ഞാൽ അത് കണ്ടീഷണൽ ലവ് എന്ന് പറയും. നമുക്ക് സ്നേഹിതരോടുള്ള സ്നേഹമാണ്. ആ സ്നേഹത്തിൻ്റെ പ്രത്യേകത, എന്നെ സ്നേഹിച്ചാൽ ഞാൻ സ്നേഹിക്കും, എന്നോട് പിണങ്ങിയാൽ ഞാനും പിണങ്ങും. അതുകൊണ്ടാണ് ഇത് കണ്ടീഷണലായിട്ടുള്ള സ്നേഹം എന്ന് പറയുന്നത്. സാധാരണ സ്നേഹിതരുടെ ഇടയിൽ, മനുഷ്യരിൽ സാധാരണ കാണുന്ന മറ്റൊരു സ്നേഹമാണിത്. മൂന്നാമത്തെ സ്നേഹത്തിന് സ്റ്റോർജെ എന്ന് പറയും, STORGE. അതിന് ഒരു ഡിവൈൻ ഫേസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഭക്തിപരമായ സ്നേഹമുണ്ട്. നമുക്ക് സ്നേഹിതരോടുള്ള സ്നേഹമല്ലല്ലോ നമ്മുടെ മാതാപിതാക്കളോടുള്ള സ്നേഹം, അതുപോലെ തന്നെ ഗുരുക്കന്മാരോടുള്ള സ്നേഹം, അല്ലെങ്കിൽ ആധ്യാത്മിക രംഗങ്ങൾ പ്രവർത്തിക്കുന്ന വൈദികരെ പോലുള്ളവരോടുള്ള സ്നേഹം. അതിനൊക്കെ ഒരു ഭക്തിയുടെ തലമുണ്ട്. ഏറ്റവും അവസാനത്തെ സ്നേഹമായി പറയുന്നതാണ് അഗാപ്പെ. അതാണ് ദൈവികമായ സ്നേഹം എന്ന് പറയുന്നത്. ആ ദൈവിക സ്നേഹത്തിൻ്റെ പ്രത്യേകത, അതിന് സാക്രിഫിഷ്യൽ ലവ് ഓർ അൺഎൻഡിങ് ഗിവിങ് ലവ് എന്ന് പറയും. അതായത് സഹിക്കുന്ന സ്നേഹം, അല്ലെങ്കിൽ നിർത്താതെ കൊടുക്കുന്നതായ സ്നേഹം. ഏതൊരു പ്രതിസന്ധിയെ തരണം ചെയ്യേണ്ടി വന്നാലും അതിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് ഒരാളിൻ്റെ എല്ലാ കുറവുകളും ബലഹീനതകളും സഹിച്ചുകൊണ്ട് നടത്തുന്നതായ സ്നേഹമാണത്. ഈ സ്നേഹമാണ് ദൈവികമായ സ്നേഹമെന്ന് പറയുന്നത്. ആ സ്നേഹമാണ് ക്രൂശിൽ കിടന്നുകൊണ്ട് തന്നെ ക്രൂശിച്ചവരെ നോക്കി പ്രാർത്ഥിക്കുവാനും കർത്താവിനെ പ്രേരിപ്പിച്ച സ്നേഹമാണത്. അതാണ് അഗാപ്പെ എന്ന് പറയുന്നതാണ് ദൈവികമായ സ്നേഹം. ആ സ്നേഹത്തെക്കുറിച്ചാണ് പൗലോസ് ഈ 13-ാം അധ്യായത്തിൽ പറയുന്നത്. അദ്ദേഹം പറയുന്നു, ആ സ്നേഹത്തിൻ്റെ മാഹാത്മ്യത്തെക്കുറിച്ച് പറയുന്നു. മനുഷ്യരുടെയും ദൈവദൂതന്മാരുടെയും ഭാഷകൾ എനിക്കറിയാമെങ്കിലും, പ്രവചനവരമുണ്ടെങ്കിലും, അല്ലെങ്കിൽ ജ്ഞാനത്തിൻ്റെ അത്യുന്നതമായ ഒരു നിലയിലെത്തിയാലും, ഞാൻ എത്ര ത്യാഗം സഹിക്കുന്ന മനുഷ്യനായാലും സ്നേഹമില്ല എങ്കിൽ ഒന്നുമില്ല. അതാണ് അദ്ദേഹം ഇവിടെ ഓർമ്മപ്പെടുന്നത്. ആ സ്നേഹമാണ് ദൈവികമായ സ്നേഹം എന്ന് പറയുന്നത്. അതിൻ്റെ 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് സ്നേഹത്തിൻ്റെ മാഹാത്മ്യത്തെക്കുറിച്ച് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സ്നേഹത്തിൻ്റെ പ്രത്യേകത, അത് ദീർഘക്ഷമയുള്ളതാണ്, ദയുള്ളതാണ്, അസൂയപ്പെടുന്നില്ല, ആത്മപ്രശംസ ചെയ്യുന്നില്ല, അഹങ്കരിക്കുന്നില്ല, അനുചിതമായി അത് പെരുമാറുകയില്ല, സ്വാർത്ഥം അന്വേഷിക്കുകയില്ല, കോപിക്കുകയില്ല, വിദ്വേഷം അത് പുലർത്തുകയില്ല, അനീതിയിൽ സന്തോഷിക്കുകയില്ല, സത്യത്തിൽ ആഹ്ലാദിക്കും, അതെല്ലാം സഹിക്കും, എല്ലാം വിശ്വസിക്കും, എല്ലാം പ്രത്യാശിക്കും. അതാണ് ഈ സ്നേഹത്തിൻ്റെ വലിയ പ്രത്യേകത എന്ന് പറയുന്നത്.
വിശുദ്ധ ബൈബിളിൽ പഴയ നിയമവും പുതിയ നിയമവും ഉണ്ട്. പഴയ നിയമം അറിയപ്പെടുന്നത് പവർ ഓഫ് ലോ എന്നാണ്, അഥവാ നിയമത്തിൻ്റെ ശക്തിയാണത്. പുതിയ നിയമം അറിയപ്പെടുന്നത് പവർ ഓഫ് ലവ് ഓർ സ്നേഹത്തിൻ്റെ ശക്തിയാണ് അതിലുള്ളത്. പഴയ നിയമം വായിച്ചാൽ നമുക്കറിയാം എല്ലാ നിയമങ്ങളാണ്. ആദ്യം 10 കൽപ്പന, പിന്നെ അതിൻ്റെ ആചരണ നിയമങ്ങൾ, ഉപനിയമങ്ങൾ, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യരുത്, അത് അശുദ്ധമാണ്, ഇത് വിശുദ്ധമാണ്, അതേ കഴിക്കാവൂ, ഇത് കഴിക്കാൻ പാടില്ല എന്ന് വേണ്ട നിയമങ്ങൾ ധാരാളം കാണാൻ പറ്റും. പുതിയ നിയമം മത്തായിയുടെ സുവിശേഷം മുതൽ വെളിപ്പാട് പുസ്തകം വരെ നമ്മൾ വായിച്ചാൽ നിയമങ്ങളില്ല. കർത്താവ് അവസാനം പറയുന്നു, ഞാൻ പുതിയൊരു നിയമം, ഒരൊറ്റ നിയമം മാത്രമേ ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. അതെന്തെന്ന് ചോദിച്ചാൽ, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. അപ്പം നമുക്ക് ഒരു ക്രിസ്ത്യാനിക്ക് ഭൂമിയിൽ ഉപയോഗിക്കുവാൻ, പ്രാവർത്തികമാക്കുവാൻ ദൈവം തന്ന സ്നേഹം അത് ദൈവികമായ സ്നേഹമാണ്. അത് ത്യാഗത്തിൻ്റെ, സഹനത്തിൻ്റെ ആത്മാവിൽ നമ്മൾ ഉൾക്കൊള്ളേണ്ടതാണ്. അതാണ് 4 മുതൽ 7 വാക്യങ്ങൾ സ്നേഹത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ചാണ് പൗലോസ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. 8 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് പറയുന്നു, സ്നേഹം അത് നിത്യമാണ്, മറ്റുള്ളതെല്ലാം മാറിപ്പോകുന്നതാണ്. കാരണം അതെല്ലാം ഒരു ലക്ഷ്യത്തിലേക്കുള്ള മാർഗങ്ങൾ മാത്രമാണ്. അതിൻ്റെ പ്രവചനപരം, ഭാഷാപരം, ജ്ഞാനം ഇതെല്ലാം നീങ്ങിപ്പോകും. കാരണം നമ്മുടെ അറിവ് പൂർണ്ണമല്ല. മനുഷ്യരുടെ അറിവ് ഒരിക്കലും അതിൻ്റെ പൂർണ്ണതയിലെത്തിയിട്ടില്ല. അതനുസരിച്ചുള്ള പ്രബോധനങ്ങളും. നമ്മൾ ശിശുതുല്യരാണ്. നമുക്കറിയാം, ഒരു ശിശുവിൻ്റെ അവൻ്റെ ചിന്തയും ജ്ഞാനവും ഒക്കെ ശിശു സഹജമാണ്, അതിന് പരിമിതികളുണ്ട്. പക്ഷെ എന്നാൽ അത് മാറിപ്പോകുന്നൊരു കാലഘട്ടമുണ്ട്. അവൻ ജ്ഞാനം പ്രാപിച്ചു കഴിയുമ്പോൾ ശിശുവായിരുന്നപ്പോൾ ചിന്തിച്ചതും പ്രവർത്തിച്ചതും ഒക്കെ തെറ്റാണെന്ന് അവന് ബോധ്യമാകും. ഇതുപോലെയാണ് നമുക്ക് പലപ്പോഴും ഈ ലോകത്തിൻ്റെ ജ്ഞാനം, അതിന് പരിമിതിയുണ്ട്. ഉദാഹരണമായി പറഞ്ഞാൽ, പണ്ട് കാലങ്ങളിൽ, പുരാതന കാലങ്ങളുണ്ടായിരുന്ന കണ്ണാടികൾ ഗ്ലാസ് അല്ലായിരുന്നു. അത് ഉരച്ച്, ലോഹപദാർത്ഥങ്ങൾ ഉരച്ച് മിനുക്കി അത് കണ്ണാടി പോലെ ഉപയോഗിച്ചിരുന്നു. ഉദാഹരണം, 6 മുള കണ്ണാടിയൊക്കെ അങ്ങനെയായിരുന്നു. അതിലുണ്ടാകുന്ന പ്രതിബിംബം ഇന്നത്തെ പോലെ വ്യക്തമല്ലായിരുന്നു. ഒരു മങ്ങിയ രൂപം മാത്രമേ അതിൽ നമുക്ക് ലഭിച്ചിരുന്നുള്ളൂ. അതുപോലെ ദൈവിക കാര്യങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ അറിവും വളരെ പരിമിതമാണ്. പലതും പൂർണ്ണമായി ഗ്രഹിക്കാൻ മനുഷ്യനൊരിക്കലും സാധിച്ചിട്ടില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഉദാഹരണമുണ്ട്, സൃഷ്ടിക്ക് സൃഷ്ടാവിനെ അതിൻ്റെ പൂർണ്ണതയിൽ മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ സാധനങ്ങളും മനുഷ്യൻ്റെ സൃഷ്ടിയാണ്. ആ സൃഷ്ടിക്ക് അതുണ്ടാക്കിയവനെ പൂർണ്ണമായി മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. സൃഷ്ടാവിൻ്റെ അനേക സൃഷ്ടികളൊന്നും മാത്രമാണ് ഓരോ സൃഷ്ടികളും എന്ന ആ ബോധ്യം നമുക്കുണ്ടാവേണ്ടതാണ്. ഇനി ശാശ്വതമായ സത്യത്തെ മാനുഷിക രീതിയിൽ മാത്രമേ ചിന്തിക്കാനും പറയാനും പ്രവർത്തിക്കാനും നമുക്ക് സാധിക്കൂ. മാനുഷികമായിട്ടുള്ളതിനും അതിൻ്റെ പരിമിതിയുണ്ട്. അപ്പോൾ നമ്മൾ മനുഷ്യരായി ജീവിക്കുന്ന കാലത്തോളം ഇപ്പോൾ നമുക്ക് അങ്ങനെ മാത്രമേ സാധിക്കുകയുള്ളൂ. അതിനാണ് അദ്ദേഹം കണ്ണാടിയുടെ ഉപമ പറയുന്നത്. ഇപ്പോൾ നമ്മൾ ദൈവത്തെ കണ്ണാടിയിലൂടെ, അഥവാ കടമൊഴിയായി കാണുന്നു. ഒരു ദിവസം വരും, അന്ന് നമുക്ക് മുഖാമുഖം കാണാൻ പറ്റും. ദൈവവചനം വായിക്കുന്നതിലൂടെ, ദൈവത്തെക്കുറിച്ചുള്ള ചരിത്രങ്ങൾ അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ ചരിത്രങ്ങൾ പഠിക്കുന്നതിലൂടെ, വെളിപ്പെടുത്തലുകളിലൂടെ വായിക്കുന്നതിലൂടെയൊക്കെ ഭാഗികമായി മാത്രമേ നമുക്ക് ദൈവത്തെ ഇപ്പോൾ അറിയാൻ സാധിക്കുന്നുള്ളൂ. പിന്നെ പൂർണ്ണതയിൽ അറിയുന്ന ഒരു ദിവസം നമുക്ക് വരും. അതാണ് നമ്മുടെ പുനരുത്ഥാനത്തിൽ നമുക്ക് സാധ്യമാവുന്നത്. എല്ലാം ഈ ഭൂമിയിൽ നിന്ന് മാറിപ്പോയാലും മാറാതെ നിലനിൽക്കുന്ന 3 കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം പറയുന്നു. വിശ്വാസം, പ്രത്യാശ, സ്നേഹം. ഇതിൽ
വിശ്വാസം, അതാണ് ഈ മൂന്ന് കാര്യങ്ങളാണ് വരാനുള്ള ലോകത്തിൽ ഇനി നിലനിൽക്കാൻ പോകുന്നത്. അത് നമുക്കറിയാം, വിശ്വാസം എന്ന് പറയുന്നത് ഇനി വരാനുള്ള നമ്മുടെ ജീവിതത്തിലും അത് നിലനിൽക്കുന്നതാണ്. അതിൻ്റെ അടിസ്ഥാനമാണ് വിശ്വാസം. അതുപോലെ തന്നെയാണ് പ്രത്യാശ. ഭാവിയെക്കുറിച്ചും അതിന് നന്മയെക്കുറിച്ചുള്ള നമ്മുടെ ആഗ്രഹം, ആ ഒരു വിശ്വാസമാണ് പ്രത്യാശ. കാരണം ആ ജീവിതം പുരോഗമനത്തിൻ്റേതാണ്. എല്ലാ ദിവസവും കൂടുതൽ ദൈവാനുഭവത്തോടെ ജീവിക്കാൻ സാധിക്കുന്ന ഒരു അനുഭവമാണ്. ഇതിൽ മൂന്നിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് സ്നേഹമാണ്. കാരണം വിശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും അടിസ്ഥാനം സ്നേഹമാണ്. സ്നേഹത്തിൽ നിന്നാണ് വിശ്വാസവും പ്രത്യാശയും എല്ലാം ഉണ്ടാവുന്നത്. ഏറ്റവും ശക്തവും ഏറ്റവും വ്യക്തവുമായ ഒരു വലിയ വികാരമെന്ന് പറയുന്നത് സ്നേഹമാണ്. ആ സ്നേഹത്തിൻ്റെ മുമ്പിൽ മുട്ടുമടക്കാത്ത ഒരു സൃഷ്ടിയും ഭൂതലത്തില്ല. മനുഷ്യനായാലും മൃഗങ്ങളായാലും പക്ഷികളായാലും സസ്യങ്ങളായാലും എല്ലാം സ്നേഹത്തിൻ്റെ മുമ്പിൽ മുട്ടുമടക്കുന്നതാണ്. അപ്പം ആത്യന്തികമായി ആ സ്നേഹമെന്ന ആ ഒരു വികാരമായിരിക്കണം ആധ്യാത്മിക ജീവിതത്തിൽ നമുക്ക് മുന്നിട്ട് നിൽക്കേണ്ടത്. അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുവാനുള്ള ശക്തമായ ആഹ്വാനമാണ് പൗലോസ്ലീഹ നമുക്ക് നൽകുന്നത്. വളരെ ചെറിയൊരു അധ്യായമാണിത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കുകളെ ശ്രദ്ധാപൂർവം നമ്മൾ വായിച്ച് പൗലോസ്ലീഹ പറയുന്ന രീതിയിലുള്ള ആ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിച്ചേരുവാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കി നമ്മൾ ചിന്തിച്ച് അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ നമുക്കിടയാവണം. ദൈവവചന വായനയും ധ്യാനവും പ്രാർത്ഥനകളും ആരാധനകളൊക്കെ ഈ ദൈവികമായ സ്നേഹത്തിലേക്ക് നമ്മളെ വഴി നടത്തുന്നില്ലെങ്കിൽ എല്ലാം വെറും കർമ്മപരമായി അവസാനിക്കും. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ശക്തീകരിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നല്ല ഒരു ശുഭദിനം ആശംസിക്കുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടുവാൻ ഇടയാവട്ടെ.